പ്രിയൻ, ഈ യൂനുസ് ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. യൂനുസ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലൊന്നും ഇല്ല. പുള്ളി ബ്ലേഡ് പലിശക്കാരനാണല്ലോ. പുള്ളി മറ്റ് രാജ്യങ്ങളിലൊക്കെ പൈസ ഇട്ടിട്ട് വേറെ രാജ്യത്ത് കറങ്ങി നടക്കും. എന്തായാലും ഇപ്പോൾ പണി മനസ്സിലായിട്ടുണ്ട്. അതെ, അതായത് ഇന്ത്യയുടെ സഹകരണം ഇല്ലാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നലെ പെരുന്നാൾ ദിവസം തന്നെ ഒരു കത്തയച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മോശമായി തുടരുന്നതിടെയാണ് ഈ കത്തെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടക്കാല സർക്കാരിൻ്റെ ഉപദേഷ്ടാവാണ് യൂനുസിന് അവിടെ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. കാരണം ഇപ്പോൾ അവിടുത്തെ സൈനിക മേധാവി തന്നെ ഇവരുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. ഇല്ല, യൂനുസ് അവിടെ ഒരു കളിപ്പാവയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പറയുന്ന അമേരിക്കയുടെ ചില ഇടപെടലുകൾ, ഡീപ് സ്റ്റേറ്റിന്റെ കൈയാണ് ഈ പറയുന്ന ഇസ്രയേലിൽ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചത്. ഈ കത്തയച്ചിരിക്കുന്ന ഇങ്ങനെ പരസ്പര ബഹുമാനവും ധാരണയും ഇരു രാജ്യങ്ങളും തുടർന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് വഴികാട്ടിയാകും എന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നാണ് യൂനുസ് മോദിക്ക് എഴുതിയ കത്തിൽ പറയുന്നത്. ബലിപെരുന്നാൾ എന്നത് ത്യാഗത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ അത് പ്രചോദനം നൽകുമെന്നും യൂനുസ് പറയുന്നുണ്ട്. ജൂൺ 4-നാണ് മോദി ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് യൂനുസിന് കത്തയച്ചത്. ഇതിന് ജൂൺ 6-നാണ് യൂനുസ് മറുപടി സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന രീതിയിൽ തിരിച്ചയച്ചത്. ഷേഖ് ഹസീനെ അട്ടിമറിച്ചതിന് ശേഷം യൂനുസ് അധികാരത്തിൽ വന്നിട്ട് യൂനുസ് ചെയ്യുന്ന പ്രധാന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മൗലികവാദികളെ പ്രചോദിപ്പിക്കുക, അവർക്ക് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് സഹായം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ ചിത്രം നോട്ടിൽ നിന്ന് നീക്കുന്ന അടക്കമുള്ള പ്രവൃത്തികൾ ഈ പറയുന്ന യൂനുസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂനുസിന് ഈ പറയുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാരമ്പര്യമൊന്നും ബംഗ്ലാദേശിന് അവകാശപ്പെടുന്നതിനോടൊന്നും താല്പര്യമില്ല. ഞങ്ങളുടെ രാഷ്ട്രപിതാവ് ജിന്നയാണെന്നുള്ള നിലപാടൊക്കെയാണ് ഈ മുഹമ്മദ് യൂനുസ് എടുക്കുന്നത്. യൂനുസ് അവിടെ പ്രത്യേകിച്ച് അധികാരത്തിൽ ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അതുപോലെ ഈ പറയുന്ന ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ട് ഉള്ള സഹകരണത്തിലും പിന്തുണയിലുമൊക്കെയാണ്. അവരാണല്ലോ ഈ പറയുന്ന പ്രക്ഷോഭം ഉണ്ടാക്കിയത്. പക്ഷേ സൈന്യത്തിന് വലിയ താല്പര്യമില്ല ഇത്തരത്തിൽ അവിടെ മുന്നോട്ട് പോകാനായിട്ട്. സൈന്യം പറയുന്നത് എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ്. ഇയാൾക്ക് അവിടെ ഒരു നിലവിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവാമി ലീഗ് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടെ കൊണ്ട് ഒരു കാരണവശാലും അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഹമ്മദ് യൂനുസ് തയ്യാറാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് യൂനുസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് യൂനുസ് 4% പലിശയ്ക്ക് ബാങ്കുകളിൽ നിന്ന് പൈസ എടുത്ത് അവിടെ, അതായത് മറ്റ് അവിടുത്തെ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ കാർഷിക വായ്പ പോലുള്ള അവരുടെ സബ്സിഡി സംവിധാനങ്ങൾ വഴി പലിശയ്ക്ക് പൈസ ബാങ്കുകളിൽ നിന്ന് എടുത്ത ശേഷം അവിടുത്തെ ഉള്ള ദരിദ്രരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് 24% പലിശയ്ക്ക് പണം കൊടുക്കും. എന്നിട്ട് ഈ പണം മുഴുവൻ യൂനുസ് മറ്റ് ബംഗ്ലാദേശിലല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കോടികളുടെ ആസ്തിയായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കുറച്ചു കാലം കൂടെ നിൽക്കാൻ പറ്റത്തുള്ളത് അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ പറഞ്ഞതുപോലെ പൈസ നന്നായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ തട്ടിപ്പാണ് ഇയാളുടെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭരണതന്ത്രജ്ഞന്റെ യാതൊരു നിപുണതയും ഇയാൾക്കുള്ള ആളല്ല. വേറെ പൈസ കൊടുത്തൊക്കെ അതെ 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 പല അട്ടിമറികളും കാണിച്ച ഒരാളാണ്. ഒരു തരത്തിലുള്ള വിശ്വാസ്യതയും നമുക്ക് ഇയാൾക്ക് നൽകാൻ കഴിയില്ല. അപ്പോൾ ഒരു രാജ്യത്തെ നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം ചെയ്യാനുള്ള പ്രാപ്തിയൊന്നും ഇയാൾക്കില്ല എന്നുള്ളത് അയാൾ പല ഘട്ടത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സൈന്യവുമായിട്ട് വിവിധ കാര്യങ്ങളിൽ തർക്കമുണ്ട്. നിലവിൽ സൈന്യം അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നും ഈ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടത്തണമെന്നും ആ തിരഞ്ഞെടുപ്പ് നടത്താത്ത പക്ഷം ഇത് ഈ നിലയ്ക്ക് അംഗീകരിച്ചു പോകാൻ കഴിയില്ല എന്നുമൊക്കെയുള്ള. അപ്പോൾ സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നതും BNPയുടെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതുമൊക്കെ ഈ യൂനുസിന് അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയല്ല. അതിനോടൊപ്പം ഇന്ത്യയുമായിട്ട് അടഞ്ഞു നിൽക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. അതായത് അവിടുത്തെ വ്യാപാരികളെല്ലാം തന്നെ വലിയ നഷ്ടത്തിലാണ്. കാരണം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മുഴുവൻ അപ്പാടെ തകരുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്ത്യ അവിടെ നിന്ന് തുണിയൊന്നും വാങ്ങുന്നില്ല. ഇന്ത്യ തദ്ദേശീയമായ മില്ലുകളിൽ നിന്ന് വലിയ തോതിൽ തുണി വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിവിടെ തന്നെ പലപ്പോഴും വിറ്റ് അഴിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും പ്രൊഡക്ഷൻ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്ഷൻ സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തി കൂടി ഇന്ത്യയിലെ മാർക്കറ്റുകൾക്ക് ഉണ്ടായിരിക്കുന്നു. കാരണം ബംഗ്ലാദേശ് തുണിത്തരങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഉള്ള വലിയ വലിയ മില്ലുകളിൽ നിന്ന്
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, അത് രാജസ്ഥാൻ, ഈ പറയുന്ന ഗുജറാത്ത് മേഖലകളിലൊക്കെ ഉള്ള മില്ലുകളിൽ നിന്ന് മറ്റ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഇപ്പം സ്റ്റുഡിയോയ്ക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. സ്റ്റുഡിയോയിലേക്കൊക്കെ ഉള്ള തുണിത്തരങ്ങൾ നമ്മൾ നമ്മുടേതായ മില്ലുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് മുൻപ് ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ഉണ്ടായിരുന്നു. ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഇവിടെ തുണിത്തരങ്ങൾ വരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് തന്നെ. അതെ, എങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള കയറ്റുമതി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ കയറ്റുമതിക്ക് പുറമേ ഇന്ത്യ കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർധനവ് നമ്മുടെ ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആകെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ബംഗ്ലാദേശിന് തുടർന്ന് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് മോദിക്ക് കത്തയക്കുന്നത്. മോദിക്ക് കത്തയക്കുന്നതിന് പിന്നിൽ വേറെയും ചില കാരണങ്ങളുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ എന്താണെന്നുള്ള കാര്യത്തിനകത്ത് ബംഗ്ലാദേശ് മനസ്സിലാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന് ചൈന കൊടുത്ത ഒരു ആയുധങ്ങളും വിലപ്പോയില്ല എന്നുള്ളതും ബംഗ്ലാദേശിന് മനസ്സിലായി. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, അതായത് വീരവാദം മുഴക്കിയിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ പിടിച്ചടക്കും എന്നൊക്കെ വീരവാദം മുഴക്കിയിരുന്നു യൂനിസ്. അങ്ങനെ ഒരു ഘട്ടത്തിലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിലവിലത്തെ അവസ്ഥയിൽ നിന്ന് തന്നെ ബോധ്യമായിട്ടുണ്ട്. പാകിസ്ഥാന് ചൈന നൽകിയ വെടിക്കോപ്പുകളെല്ലാം കളിക്കോപ്പുകളായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ബംഗ്ലാദേശിന് മനസ്സിലായി. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് ഒരു സംഘർഷത്തിലേക്ക് ബംഗ്ലാദേശിന് പോകേണ്ടി വന്നാൽ അതൊട്ടും നന്നാവില്ല. അത് ഇന്ത്യ കൊടുക്കുന്ന പ്രഹരം താങ്ങാനായിട്ട് ബംഗ്ലാദേശിന് കഴിയില്ല എന്നുള്ള ഒരു ബോധം യൂനിസിന് ഇപ്പോൾ ഉദിച്ചിട്ടുണ്ട്. ആ ബോധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിയോട് പറയുന്നത് നമുക്ക് പരസ്പര ബഹുമാനത്തോടു കൂടി പോകാമെന്ന്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് ഇന്ത്യ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാല് പിടിക്കുകയായിരിക്കും അടുത്ത വഴി. അതേ ബംഗ്ലാദേശിന് മാർഗമുള്ളൂ. പറഞ്ഞതുപോലെ മാക്സിമം പൈസ മറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപിച്ച് അവിടുത്തെ ദരിദ്രരായ സ്ത്രീകളിൽ നിന്നെല്ലാം പലിശയ്ക്ക് ഊറ്റിയെടുത്തിട്ട് വേറെ രാജ്യത്ത് പോയി അയാൾ സുഖമായി ജീവിക്കും. അതെ അതെ, ഇവിടെ ബംഗ്ലാദേശിലെ ഇലക്ഷൻ നടന്ന് എനിക്ക് തോന്നുന്നു ഒരു വർഷം കൂടി മാക്സിമം ഉണ്ടാക്കാനായിട്ട് ബ്ലേഡാണ് പുള്ളി, അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു വർഷം കൂടി പോകുമ്പോഴത്തേക്ക് മിക്കവാറും ബംഗ്ലാദേശിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഷെയ്ഖ് ഹസീനെ തിരിച്ചു കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.